പൊതിച്ചോറിൻ്റെ കഥയാണ്. വെറും കഥയല്ല, ഒരു പൊതിച്ചോറിൻ്റെ കടം വീട്ടിയ കഥ. അതായത് രമണ, ഞാൻ ഇതിനു മുന്നേ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആർക്കാന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മോം ടു ബി ഉണ്ട്. ആൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ദിവസം പൊതിച്ചോറുണ്ടാക്കി വന്നു. ആളന്ന് ലീവല്ലാന്ന് കൺഫേം ചെയ്ത ശേഷമാണ് കേട്ടോ ഞാൻ പൊതിച്ചോറുമായിട്ട് വന്നത്. അപ്പതാ ഞാൻ കോളേജിലെത്തിയപ്പം ആളില്ല. എന്താ കാര്യം എന്ന് വിളിച്ചു ചോദിച്ചപ്പം ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അങ്ങനെ ആ പൊതിച്ചോറ് അന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിനൊരു സമയവും കാലവും ഒത്തു നോക്കിയതാ ഇപ്പോഴാണ്. അപ്പം ഞാനിതാ ഒരു പൊതിച്ചോറുണ്ടാക്കി. എനിക്ക് പൊതിച്ചോറുണ്ടാക്കാനല്ലേ അറിയൂ, കെട്ടാൻ അറിയില്ലല്ലോ. അതുകൊണ്ടാട്ടോ പൊതിച്ചോറിൻ്റെ കോല ഇങ്ങനെ. എന്തായാലും ഒരുവിധ സാധനങ്ങൾ ഒപ്പിച്ച് ആൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം ഇതാ പച്ചടിയും അവിയലും ചമ്മന്തിയും മുട്ട പൊരിച്ചതും മീൻ വറുത്തതും പിന്നെ നല്ല ചൂട് സാമ്പാറും പപ്പടവും ഒക്കെ കൂട്ടി ഞങ്ങളൊരു പൊതിച്ചോറങ്ങ് കഴിച്ചു. ഞങ്ങളുടെ വെച്ച എന്തായാലും ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ പിന്നെ എനിക്കൂടെ ഉണ്ടാക്കാന്ന് കരുതി ഞാനും ഒന്ന് പൊതിച്ചോറായിരുന്നു കേട്ടോ കൊണ്ടുപോയത്. സംഭവം ഈ ഇലയിൽ പൊതിഞ്ഞ ചോറ് ഉച്ചയാകുമ്പോൾ കഴിക്കാൻ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെയാണ് അല്ലേ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന പൊതിച്ചോറ് ശബരിമലയ്ക്ക് അച്ഛൻ്റെ കൂടെ പോകുമ്പം അമ്മ കെട്ടിത്തന്ന പൊതിച്ചോറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ പൊതിച്ചോറ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയുക. അപ്പോൾ നാളെ കാണാം. ബായ്.